ഇന്നത്തെ നമ്മുടെ മെനു പെസഹ അപ്പത്തോടൊപ്പം കഴിക്കുന്ന പാലാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു തേങ്ങയുടെ പാൽ പിഴിഞ്ഞത്. ഇതിൽ ഒന്നാം പാലും രണ്ടാം പാലും വേറെ വേറെ എടുക്കുക. 250 ഗ്രാം ശർക്കര, 2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തത്. ഇനിയും ആവശ്യമുള്ളത്: 1 കപ്പ് വറുത്ത അരിപ്പൊടി, ചുക്ക് ഒരു ചെറിയ കഷ്ണം, ഏലയ്ക്ക 5 എണ്ണം, ജീരകം 1 ടീസ്പൂൺ. ഇനിയും നമുക്ക് ചുക്ക്, ജീരകം, ഏലക്ക ഇവ ഒരു മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇവ 3 പൊടിച്ച് ഇപ്രകാരം എടുക്കുക. ആദ്യമായി ഒരു കലം സ്റ്റൗവിൽ വെക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ രണ്ടാം പാല് ഒഴിക്കുക. പിന്നീട് എടുത്തു വെച്ച ശർക്കരയുടെ പകുതി ഒഴിക്കുക. ഇതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കുക. കുറുകി വരുമ്പോൾ ഒന്നാം പാല് ഒഴിച്ച് ഇളക്കുക. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇത് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എടുത്തു വെച്ച ശർക്കര മുഴുവനും ഉപയോഗിച്ചിട്ടില്ല. ഇനിയും മധുരം കുറവാണെന്ന് കണ്ടാൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഉപയോഗിക്കണം. ഇത് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ച ചുക്ക്, ഏലക്ക, ജീരകം എന്നിവ ഇതിലേക്ക് ഇടാം. ഇളക്കിയിട്ട് സ്റ്റൗ ഓഫാക്കാം. നമ്മുടെ പെസഹ പാല് ശരിയായിട്ടുണ്ട്. പെസഹ അപ്പത്തോടു കൂടിയാണ് ഇത് ഉപയോഗിക്കുക.